അറിയത്തില്ല. ഇവിടെ നിങ്ങൾക്ക് അറിയണോ? ഞങ്ങൾ അറിയണം. നിങ്ങൾക്ക് അറിയണ്ടേ? പറഞ്ഞുതരാം. ഗൈസ്, ഇതിപ്പോ ഞാനൊരു എക്സ്പെരിമെന്റിന്റെ ഭാഗമായിട്ട് ചെയ്ത് നോക്കി. ചുമ്മാ ചെയ്ത് നോക്കിയായിരുന്നു. കാര്യം ഇപ്പൊ സക്സസ് ആയി. കാരണം ഇത് ഞാൻ ചുമ്മാ ഒന്ന് ചെയ്ത് നോക്കി. ഈ ഒരു 10ന്റെ അലോയ് 15 കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയായിരുന്നു. കാര്യം സക്സസ് ആയിരുന്നു. അപ്പൊ നിങ്ങളെ കാണിക്കാനായി ഈ വാഹനത്തിന്റെ സ്റ്റെപ്പിന് വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഇപ്പൊ കിടക്കുന്ന 4 വീലുകൾ ഇങ്ങനെ ആക്കിയിട്ടുള്ളൂ. ഡയമണ്ട് കട്ടിലോട്ട് ചേഞ്ച് ചെയ്തിട്ടുള്ളൂ. സ്റ്റെപ്പിനെ അല്ലാതെ തന്നെ നോർമൽ രീതിയിൽ തന്നെ ഇരിക്കുകയാണ്. അത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഗൈസ്, നമുക്കപ്പോ സ്റ്റെപ്പിനെ എടുക്കണമെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ ടൂൾ ബോക്സിൽ നിന്ന് സ്റ്റെപ്പിനെ ഇറക്കാനുള്ള ലിവർ എടുക്കാം. ഇതാണ് നമ്മുടെ സ്റ്റെപ്പിനി. ഇത് ക്ലീൻ ചെയ്തിട്ട് കാണാം. നമ്മളിപ്പോൾ അവിടെ സ്റ്റെപ്പിനി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കറക്റ്റ് ഒറിജിനലി കമ്പനി വരുമ്പോൾ ഇത് സിൽവർ കളറിലാണ് വരുന്നത്. ഇതിന്റെ മണ്ടയ്ക്ക് ഇപ്പോൾ നമ്മൾ ബ്ലാക്ക് നേരത്തെ അടിച്ചതാണ്. ഇനിയിപ്പോൾ നമ്മൾ ഈ ബ്ലാക്ക് ഒക്കെ റിമൂവ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇത് ഡയമണ്ട് കട്ടിലോട്ട് മാറ്റുന്നതെന്ന് കാണിക്കാം. നമ്മളിപ്പോൾ ഇതിന്റെ ക്ലീൻ ചെയ്യേണ്ട ഈ ബൾജ് ചെയ്തിരിക്കുന്ന ഈ ഓരോ ലീഫുകളാണ്. ഇത് ഇത്രയും ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ ക്ലീൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അടിയിൽ ഈ കമ്പനി വന്ന സിൽവർ കളർ കോട്ടിംഗ് ഉണ്ട്. ആ കോട്ടിങ് മൊത്തം പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന തൊട്ടുള്ള ഡയമണ്ട് ഫിനിഷിലോട്ട് എത്തത്തുള്ളൂ. നമ്മളിതിപ്പോ കറക്റ്റ് പ്രോപ്പറായിട്ട് ചെയ്യുന്നത് ബഫിംഗ് വീല് വെച്ചാണ് ചെയ്യേണ്ടത്. പക്ഷെ ബഫിംഗ് വീല് ചെയ്യുമ്പോൾ നമുക്ക് ടയറൊക്കെ റിമൂവ് ചെയ്യേണ്ടി വരും. നമ്മളിപ്പോ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ കൊണ്ട് കുറഞ്ഞ ലെവലാണ് ഇതിപ്പോൾ ഡയമണ്ട് കട്ടിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടത് കുറച്ച് സാൻഡ് പേപ്പറും അതേപോലെ തന്നെ കുറച്ച് വാട്ടർ പേപ്പറുമാണ്. നമ്മൾ ഇതിട്ടാണ് ഇത് ഡയമണ്ട് കട്ടിലോട്ട് ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനിയും ഇത് ക്ലീനിങ് പ്രോസസ്സ് ആരംഭിക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ പെയിന്റ് അങ്ങ് റിമൂവ് ചെയ്യാം. നമ്മളിതിങ്ങനെ ക്ലീൻ ചെയ്ത് വരുമ്പോൾ ഇവിടെ നല്ല ചെറിയ രീതിയിലൊക്കെ നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന, അതായത് നേരത്തെ കമ്പനി വരുന്ന സിൽവർ കളർ പെയിന്റിന്റെ കോട്ടിംഗ് ആണ്. ആ കോട്ടിങ് ഫുള്ളായിട്ട് പോയാലേ നമുക്ക് ഇതുപോലെ തന്നെ ഡയമണ്ട് കട്ട് ഫിനിഷിലോട്ട് എത്തത്തുള്ളൂ. അതായത് ഇത് നമ്മൾ ഫുള്ള് ഈ കോട്ടിങ് ചിരണ്ടി കളഞ്ഞ് അതിനുശേഷം ഈ ലീഫ്, ഈ ബൾജ് ചെയ്തിരിക്കുന്ന ലീഫുകളെല്ലാം നമ്മൾ മാസ്ക് ചെയ്ത് ഒരു കോട്ട് മാറ്റ് ബ്ലാക്ക് പെയിന്റ് അടിച്ച് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് ഡയമണ്ട് കട്ട് ഫിനിഷിലോട്ട് നമ്മുടെ അലോയിൽ എത്തും. അതേപോലെ അതായത് 2015-16 വണ്ടിക്ക് വരുന്നോട്ട് നമ്മുടെ 2009 തൊട്ട് 11 വരെ വന്ന ഇന്നോവ വി ഓപ്ഷന്റെ അലോയി നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇത് നമ്മുടെ ഇന്നോവ 2010 മോഡലാണ്. അതായത് 2009 ഇറങ്ങിയ ടൈപ്പ് 2 മോഡലാണ് ഈ വാഹനം. ഈ മോഡൽ 2009 തൊട്ട് 12 ആദ്യം ടൈപ്പ് 3 ഇറങ്ങുന്നത് വരെ ഈ മോഡലാണ്. അതായത് ഈ മോഡൽ വി ഓപ്ഷന്റെ അലോയാണ് നമുക്ക് ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്നത്. അതായത് 15-16 മോഡലിലേക്ക്. ഇതിപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും ഇത് രാത്രിയാകുമെന്ന് തോന്നുന്നു ഇത് ഫുള്ള് ക്ലീനായി വരാൻ. ഇതെന്തായാലും ക്ലീൻ ചെയ്യുന്ന ടൈമിൽ എല്ലാവരും ഗ്ലൗസ് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ കൈയുടെ തൊലിയൊക്കെ പൊട്ടാൻ ചാൻസ് ഒരുപാടാണ്. ഞാനിപ്പോൾ ഗ്ലൗസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. എങ്കിൽ പോലും എല്ലാവരും യൂസ് ചെയ്യുമ്പോൾ ഗ്ലൗസ് ഒക്കെ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. നമ്മളിപ്പോൾ അവിടെ ക്ലീൻ ചെയ്തിട്ടും ഇത് കണ്ടല്ലേ, നമ്മുടെ ഈ അടിയിലത്തെ പെയിന്റ് കോട്ടിങ് പോകുന്നില്ല. അത് കുറച്ച് പാടാണ്. ഏകദേശം 2-3 മണിക്കൂറത്തെ പണിയാണ്. ഇപ്പൊ തന്നെ ഏകദേശം 7 മണി 6 ആയിട്ടുണ്ട്, 6:59 ആയിട്ടുണ്ട് ടൈം. രാത്രിയാകും എങ്ങനെയായാലും ഈ അല്ലെങ്കിൽ ഫുള്ള് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ. നമ്മളിപ്പോൾ ഇതിൽ ഈ കട്ടി കൂടിയ പേപ്പർ ഉരച്ച് കഴിയുമ്പോൾ ഇതിലൊരു ചെറിയ പാട് പോലെ വരും. അതിനുശേഷം നമ്മൾ ഈ കട്ടി കുറഞ്ഞ ഇത് 220-ന്റെ പേപ്പർ ഇട്ട് ഒന്നുകൂടെ പിടിച്ചാൽ ഇതൊന്നുകൂടെ സ്മൂത്ത് ആകത്തുള്ളൂ. അതിനുശേഷം നമ്മൾ പിന്നീട് 1000, 1500, 2000-ന്റെ ഒക്കെ പേപ്പർ ഇട്ട് പിടിച്ചാൽ ഒന്നുകൂടെ സ്മൂത്ത് ആയിട്ട് തന്നെ ഇരിക്കും.
നമ്മൾ ഏകദേശം ഒരു 5 മണി 5:30 ആയപ്പോഴായിരുന്നു ഈ അലോയ് വീല് ക്ലീൻ ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പോൾ ഏകദേശം സമയം 8:22 ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ക്ലീനിങ് വർക്ക് മൊത്തം കംപ്ലീറ്റ് ആയത്. എന്നിട്ട് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയുണ്ട് ഈ അലോയുടെ ഡയമണ്ട് കട്ട് ഫിനിഷ് എന്ന്. ഇനിയും ചെറിയ രീതിയിൽ നമുക്കതിൽ പെയിൻ്റൊക്കെ ഒന്ന് ടച്ച് ചെയ്യാനുണ്ട്. പെയിൻ്റ് അപ്പോൾ നമുക്കൊന്ന് ടച്ച് ചെയ്യാം. ഇപ്പോൾ നമ്മളിവിടെ എടുത്തേക്കുന്ന പെയിൻ്റ് എന്ന് പറയുന്നത് റോയൽ 555 എന്ന് പറഞ്ഞ പെയിൻ്റാണ്. ഇതിന് ഏകദേശം വില വരുന്നത് 208 രൂപയാണ്. നമുക്കെന്തായാലും ഇതിനെ ഒന്ന് ടച്ച് ചെയ്യാം. നമ്മൾ ഈ അലോയ് ക്ലീൻ ചെയ്ത ടൈമിൽ പെയിൻറ്റ് പോയവിടെ മാത്രമേ ഇപ്പോൾ ടച്ച് ചെയ്യുന്നുള്ളൂ. കാരണം ഇത് നേരത്തെ തന്നെ ഇത് സിൽവർ കളറിൽ ഒറിജിനലായിട്ട് വന്ന അലോയ് ബ്ലാക്ക് അടിച്ചതായിരുന്നു. നമ്മളിപ്പോൾ അത് കളയാതെ തന്നെയാണ് ഇപ്പം ഇത് ക്ലീൻ ചെയ്തെടുത്തേക്കുന്നത്. അല്ലാതെ ഇപ്പോൾ ഒരു സിൽവർ കളർ അലോയ് ആണെങ്കിൽ നമ്മളിത് ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നീട് നമ്മൾ ഈ ലീഫുകളെല്ലാം മാസ്ക് ചെയ്ത് അതിൽ ഫുള്ളായിട്ട് മാറ്റ് ബ്ലാക്ക് പെയിൻറ്റ് അടിക്കേണ്ടത് ആവശ്യമാണ്. നമ്മളിപ്പോൾ ഒരു സിൽവർ കളർ അലോയ് ആണെങ്കിൽ ഇത് നേരത്തെ ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ നമ്മളിതിപ്പോൾ ടച്ച് ചെയ്യുന്നേ ഉള്ളൂ. കാരണം ഈ അടിക്കുന്ന മാറ്റ് ബ്ലാക്ക് പെയിൻറ്റും നമ്മുടെ വണ്ടി ഇതിൽ കിടക്കുന്ന ഈ അലോയ് കിടക്കുന്ന പെയിൻറ്റും ഒരേ ഫിനിഷ് വരും ഉണങ്ങി കഴിയുമ്പോൾ. നമ്മളിപ്പോൾ പുതുതായിട്ട് അടിച്ചതാണെന്നും അറിയത്തില്ല. നമ്മുടെ വർക്ക് ഇപ്പോൾ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ അലോയ് വേണ്ടിയതാ ഡയമണ്ട് കട്ട് ഫിനിഷിലോട്ട് തന്നെ എത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ വേണ്ട നമ്മളിപ്പോൾ ഒരു 15 വണ്ടിയുടെ അലോയ് വാങ്ങിച്ചിടാനൊക്കെ ആണെങ്കിൽ വളരെ നല്ല കോസ്റ്റ് ആവും. ഇതിപ്പോൾ നമുക്ക് കുറച്ച് നേരം മെനക്കെട്ടാൽ നമുക്ക് വേണ്ട നല്ല സൂപ്പറായിട്ട് നമ്മുടെ പഴയ അലോയെ ഡയമണ്ട് കട്ടിലോട്ട് കൊണ്ടുവരാൻ പറ്റും. എനിക്ക് ഈ 2010 ഇന്നോവയുടെ അലോയ് 15 മോഡൽ വണ്ടിയുടെ അലോയ് പോലെ ആക്കാൻ ഉള്ള ആശയം തോന്നി ഞാൻ പലയിടത്തും ഗൂഗിളിൽ യൂട്യൂബിലെല്ലാം തിരഞ്ഞു നോക്കി. എന്നാൽ അവിടുന്ന് എങ്ങും ഇങ്ങനെ ഒരു വീഡിയോ കിട്ടിയില്ല. എൻ്റെ ഒരു കണക്കൂട്ട് കറക്റ്റ് ആണെങ്കിൽ ഇന്ത്യ ലോകത്തിൽ തന്നെ ആദ്യത്തെ ഒരു വീഡിയോ ആണ് ഇങ്ങനെ, അതായത് ഇന്നോവയുടെ പഴയ മോഡൽ ഇന്നോവയുടെ അലോയ് പുതിയ മോഡലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. തുടർന്ന് ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോ കാണാം.